എല്ലാവർക്കും നമസ്കാരം. ഹംബിൾഡ് മിസ്റ്റിക്കിൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചൂടിനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ടുള്ള കാലങ്ങളിലെ പോലെയല്ല ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള ചൂടല്ല ഇപ്പോഴത്തെ ചൂട്. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, അൺസൈക്കബിൾ ചൂടാണ്. എനിക്കാണെങ്കിൽ പൊതുവേ ചൂടധികം താല്പര്യമുള്ള ഒരാളല്ല. ചെറിയ ചൂടാണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിച്ച് ഒരു പരുവാവുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴത്തെ ചൂടറിയാം. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ പറയണ്ട, പുറത്ത് ജോലി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കരിക്കട്ട പോലെ ആവും. അവരുടെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം വരുന്നത്. പക്ഷേ സൂര്യൻ്റെ ചൂടിങ്ങനെ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്നെത്തും എന്നറിഞ്ഞുകൂടാ. മരുഭൂമി വല്ലതും ആവുമോ, കേരളം മരുഭൂമി പോലെ ആവുമോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ആ ഒരു പോക്കിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ചൂട് എന്ന് പറയുന്നത് ശരിക്കും ഈ സൂര്യൻ്റെ ചൂട് മാത്രമാണോ, സൂര്യൻ്റെ ചൂട് കൊണ്ട് മാത്രമാണോ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് ഉണ്ടാകുന്നത്? സൂര്യൻ്റെ ചൂട് മാത്രമല്ല, സൂര്യൻ്റെ ചൂട് ഉണ്ട് ശരി, ഒരു പരിധിവരെ സൂര്യൻ്റെ ചൂടുണ്ട്. കാരണം പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ നമ്മുടെ തൊലിയും സ്കിന്നും കാര്യങ്ങളെല്ലാം പൊള്ളലേൽക്കുന്നുണ്ട്, സൺസ്ട്രോക്ക് വരുന്നുണ്ട്. അപ്പം സൂര്യൻ്റെ ചൂട് ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ ഈ സൂര്യൻ്റെ ചൂട് മാത്രമല്ല, നമ്മൾ വീട്ടിനകത്തിരുന്ന് കഴിഞ്ഞാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂട് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്, ഉഷ്ണം. ഇതെന്തുകൊണ്ടാണ് ഈ സൂര്യൻ്റെ ചൂട് അല്ലാതെ നമുക്ക് പൊതുവേ ഒരു ഉഷ്ണം ഫീൽ ചെയ്യുന്നത്? ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ആഹാര രീതി കൊണ്ടാണ് ശരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഒരുപാട് കടകളിൽ നിന്നൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഗരം മസാല, ആ പേരിൽ തന്നെ ഉണ്ട് ചൂട് മസാല. അപ്പം ഗരം മസാല, അതേപോലെ മുളക് ഒരുപാട് കൂടുതൽ കഴിക്കുന്നത്, പിന്നെ പഞ്ചസാര, വൈറ്റ് ഷുഗർ ഒരുപാട് കൂടുതൽ കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് ചൂടിളകും. പുളിയുള്ള ആഹാരം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ചൂടിളകും. മധുരമുള്ള സാധനങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ചൂടിളകും. ഫ്രൈഡ് ഐറ്റംസ്, അതായത് നമ്മളെ പൊരിച്ച ഇതുണ്ടല്ലോ, പൊരിച്ച ചിക്കൻ ആയി കഴിഞ്ഞാലും ശരി, പൊരിച്ച ഈ സ്നാക്സ് ഉണ്ടല്ലോ, ഈ പഴംപൊരി, അതേപോലെ ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെയുള്ള എണ്ണയിൽ പൊരിച്ച സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉള്ളിൽ നിന്ന് ചൂട് ഉണ്ടാകുന്ന വസ്തുക്കളാണ്. മാത്രമല്ല, അധികമായിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ള ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് ചൂടിളക്കും. ഒരുപാട് തണുത്തത്, അതായത് ഐസ് വാട്ടർ കാര്യങ്ങളെല്ലാം കുടിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ നിന്ന് ചൂടിളകും. ഈ പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ മേസൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, മേസ്തിരിമാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉച്ചയാവുന്ന സമയത്ത് അവർക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വാട്ടർ എടുത്ത് കൊടുക്കാൻ പറയും. അപ്പം അവരെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഐസ് വാട്ടർ കുടിക്കുന്ന സമയത്ത് ആ ശരീരം തണുക്കും എന്നാണ് അവരുടെ വിചാരം. ശരിക്കും പറഞ്ഞാൽ ഈ ഐസ് വാട്ടർ കുടിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ്. കാരണം നമ്മുടെ ഈ ഐസ് വാട്ടർ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശരീരത്തിന് വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളിലുള്ള ചൂട് വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് അറിയാതെയാണ് നമ്മൾ ഐസ് വാട്ടർ എടുത്ത് കബിളാന്ന് പറഞ്ഞ് കുടിക്കുന്നത്. അപ്പം ആ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. പക്ഷേ സംഗതി അതല്ല, കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ദാഹം വരും. ഈ ഉള്ളിലുള്ള ചൂട് ഇളകുന്ന സമയത്ത് വീണ്ടും ദാഹം വരും. അപ്പം നമ്മൾ വീണ്ടും തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതെല്ലാം ശരിക്കും ചൂട് ഉള്ളിൽ നിന്ന് ഇളവാനുള്ള മെയിൻ റീസണാണ്. ഈ സൂര്യൻ്റെ ചൂട് കൂടാതെ, സൂര്യൻ്റെ താപം കൂടാതെ ഉള്ളിലുള്ള ഉഷ്ണം അല്ലെങ്കിൽ ചൂട് നമുക്ക് ഉള്ളിൽ തോന്നാനുള്ള മെയിൻ റീസൺ നമ്മുടെ മെയിനായിട്ടും ആഹാര രീതിയാണ് മെയിനായിട്ടുള്ള കാരണം. പക്ഷേ ഇതൊന്നും അല്ല ഞാനിന്നിവിടെ പറയാൻ വരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ മധുരമായി കഴിഞ്ഞാലും ശരി, പുളിയായി കഴിഞ്ഞാലും ശരി, എരിയായി കഴിഞ്ഞാലും ശരി, ഇങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മിതമായിട്ടുള്ള അധികം തണുത്തതല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പറയും ഒരു എയർ കണ്ടീഷണർ വാങ്ങിച്ച് വയ്ക്കാൻ പറയും, AC വാങ്ങിച്ച് വയ്ക്കാൻ പറയും. ഇപ്പോൾ AC എല്ലാവർക്കും വാങ്ങിച്ച് വയ്ക്കാൻ പറ്റണമെന്നില്ല. AC അത്യാവശ്യം ഒരു 10-20,000 രൂപ എന്തായാലും ആവും ACക്ക്. അതേപോലെ വെള്ള പെയിൻ്റ് അടിക്കാനും പറയും. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ചൂട് അധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പൈസ ചിലവില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. 5 പൈസ ചിലവില്ല, നിങ്ങളുടെ വാ മാത്രം മതി.
അപ്പോൾ 5 പൈസ ചിലവില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ മഹർഷിമാരും അല്ലെങ്കിൽ സന്യാസിമാരും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ്. ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ഇതിനെ ശീതലി പ്രാണായാമം എന്ന് പറയും. ശീൽക്കാരി പ്രാണായാമം എന്നും പറയും, ശീതലി പ്രാണായാമം എന്ന് പറയും. ശീതലി പ്രാണായാമമാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പം AC ഉള്ള ആൾക്കാർക്ക് സുഖിച്ച് AC ഇരുന്ന് വർക്ക് ചെയ്യാം. അതായത് കൂളറുള്ള ആൾക്കാർക്ക് സുഖിച്ച് കൂളറിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവരായ നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശീതലി പ്രാണായാമം ചെയ്യാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിങ്ങനെ കടിച്ച് പിടിക്കണം. ഇങ്ങനെ കടിച്ച് പിടിക്കണം. ഇതേപോലെ കടിച്ച് പിടിച്ചിട്ട് വായിൽ കൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. പല്ല് തുറക്കരുത്, പല്ല് അടച്ച് പിടിച്ചുകൊണ്ട് പിന്നെ ഒരു 5 സെക്കൻഡ് ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂക്കിൽ കൂടി ശ്വാസം വിടുക, പുറത്തേക്ക് വിടുക. ഉള്ളിലൂടെ വായിൽ കൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. അതായത് ഇതൊരു 5 റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ഒരു 5 റൗണ്ട് ചെയ്യുക. വീണ്ടും ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ഒരു 5 റൗണ്ട് ചെയ്യുക. വീണ്ടും ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക. ഇതൊരു 3 റൗണ്ട് നിങ്ങൾ ചെയ്യണം. ഇത് 3 റൗണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗമല്ലേ, ഈ 2 സൈഡും ഉള്ളിൽ വായ്ക്കകത്ത് ഒരു തണുത്ത ഫീലിംഗ് ഉണ്ടാകും. ഒരു AC-യിലിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. ആ ഫീലിംഗ് ഉണ്ടാകുന്നത് വരെ നിങ്ങളൊരു 3 റൗണ്ടോ 4 റൗണ്ടോ അല്ലെങ്കിൽ 5 റൗണ്ടോ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ തണുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ നിന്ന് കൂളാവും. അപ്പം നട്ടുച്ചയ്ക്ക് ഒരു 12 മണി 1 മണിയൊക്കെ സമയത്താകുമ്പോഴത്തേക്കും ഭയങ്കരമായ ചൂടായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, വെറും വയറ്റിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് ശരീരം തണുപ്പിക്കാനും ശരീരവും മനസ്സും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് ഈ ശീതളി പ്രാണായാമം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണുന്നവരെ ബൈ.